ഈ വീഡിയോയിൽ കുറേ ഫർദർ ഡെവലപ്മെൻറ്റ്സ് ആണ്. തീർച്ചയായിട്ടും ഇന്ത്യ റഷ്യ മീറ്റിങ്ങുകൾ തുടർച്ചയായിട്ട് നടക്കുകയാണ്. ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗുമായിട്ടുള്ള മീറ്റിംഗ് നടന്നു കഴിഞ്ഞിട്ടുണ്ട്. SU-57 ഫൈറ്റർ ജെറ്റിൻ്റെ ഡീലുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചയൊക്കെ സെൻട്രൽ പോയിന്റ് ആയിട്ട് തന്നെ സംസാരിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സിവിൽ ന്യൂക്ലിയർ പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ ഇതെല്ലാം തന്നെ നമ്മൾ ഓൾറെഡി തന്നെ പറഞ്ഞു പോയ വിഷയങ്ങളാണ് ഇതെല്ലാം തന്നെ. പക്ഷേ ഇതിൽ പ്രധാനമായിട്ടൊരു വിഷയം എനിക്ക് പറയാനുള്ളത് റഷ്യയെ ഇന്ത്യക്കുള്ളിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിച്ചിട്ടുണ്ട്. അതാണ് ഇപ്പോൾ അതിനകത്ത് സംഭവിച്ചിരിക്കുന്നത്. റഷ്യയുടെ ഒരു പ്രധാനപ്പെട്ട ബാങ്ക്, ഒരു സുപ്രധാന ബാങ്ക് ഇന്ത്യക്കുള്ളിൽ ശരിക്കും നിഫ്റ്റി 50 കമ്പനികളിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സമ്മതിച്ചിട്ടുണ്ട്. ഇതിന് പ്രധാനപ്പെട്ട കാരണം ഈ ട്രേഡ് ഡെഫിസിറ്റ്. നമ്മൾ ഇതിന് മുമ്പുള്ള വാർത്തയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന അതേ വിഷയം തന്നെയാണ്. ഇന്ത്യയുടെ ഫൈനാൻസ് മിനിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട് നിർമ്മല സീതാരാമൻ ഉൾപ്പെടെയുള്ള അവരുടെ ടീം അംഗങ്ങൾ ചേർന്ന് നടത്തിയ ചർച്ചയിൽ റഷ്യയുടെ പ്രൈം മിനിസ്റ്റർ ഉൾപ്പെടെയുള്ള ഒരു ഡെലിഗേറ്റ് ടീം ഉണ്ടായിരുന്നു. രണ്ട് ടീമും തമ്മിൽ നടത്തിയ ചർച്ചയിൽ രൂപപ്പെട്ട് വന്നതാണ് ഈ ഒരു തീരുമാനം. ഇന്ത്യയും റഷ്യയും തമ്മിൽ ഏതാണ്ട് $68 ബില്യൺ വർത്ത് വരുന്ന ട്രേഡാണ് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ നടക്കുന്നത്. ഇതിൽ ഏതാണ്ട് 38 ഓൾമോസ്റ്റ് ഒരു 40 ബില്യൺ അടുപ്പിച്ച് ട്രേഡ് ഡെഫിസിറ്റ് ഉണ്ട് റഷ്യക്ക് ഇന്ത്യയുമായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ട്രേഡ് ഡെഫിസിറ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഇന്ത്യക്ക് പിന്നീട് റഷ്യയുമായിട്ടുള്ള വ്യാപാരത്തിൽ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ അതൊന്ന് മാനേജ് ചെയ്ത് കൊണ്ടുപോകേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്താണ് റഷ്യ തീരുമാനിച്ചിരിക്കുന്നത് പറഞ്ഞാൽ നിർണായകമായിട്ടുള്ള തീരുമാനം. സെബർ ബാങ്ക് എന്ന് പറഞ്ഞ ബാങ്ക്, ഈ ബാങ്ക് ശരിക്കും നിഫ്റ്റി 50 കമ്പനിയിൽ ഡയറക്റ്റ് ആയിട്ട് സ്റ്റോക്ക് പർച്ചേസ് ചെയ്യാനും ഇന്ത്യക്കുള്ളിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാനുമാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഒരു വിധത്തിൽ ട്രേഡ് ഡെഫിസിറ്റ് ഒക്കെ ഒന്ന് ഒതുക്കി കൊണ്ടുപോകേണ്ടതുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ അത് പിന്നീട് ഇന്ത്യക്ക് തന്നെയാണ് ബുദ്ധിമുട്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യ വളരെ കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങളാണ് വെച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും റഷ്യക്ക് ഇത് നല്ലതാണ്. കാരണം വേറെ ഒന്നുമില്ല, റഷ്യക്ക് ചൈനയെ അങ്ങ് ഡീപ്പ് റൂട്ടിൽ ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ചൈനയ്ക്ക് ഒരുപാട് മാനുഫാക്ചറിങ് ഹബും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അത് എന്ത് കൊടുത്താലും കോപ്പി അടിച്ച് അതേ മാതൃകയിൽ ഒന്ന് ചെയ്യുക എന്നുള്ളതാണ് ചൈനയുടെ പരിപാടി. അപ്പോൾ അതുകൊണ്ട് ചൈനയെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് റഷ്യക്ക് ഒരുപാട് കാലം മുന്നോട്ട് നീങ്ങാൻ കഴിയില്ല. റഷ്യക്കുള്ള ഓപ്പർച്യൂണിറ്റിയും ചൈനയ്ക്കുള്ളിൽ വളരെ കുറവാണ്. അപ്പോൾ ഇതാണ് പ്രധാനമായിട്ട് ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് റഷ്യയുടെ ഒരു പുതിയ ഇൻവെസ്റ്റ്മെന്റ് മേഖലയായിട്ട് ഇന്ത്യയെ തിരഞ്ഞെടുക്കുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത് എന്നുള്ളതാണ് റഷ്യയുടെ തീരുമാനം. അതിന് പ്രധാനപ്പെട്ട കാരണം ഇത്രയും കാലം ഈ യുദ്ധം നടന്ന സമയത്തെല്ലാം റഷ്യയുടെ അസറ്റുകളൊക്കെ യൂറോപ്യൻ യൂണിയൻ അതേപോലെ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളൊക്കെ സാങ്ഷൻ ചെയ്ത് വെച്ചിരുന്നു, അതിനെ ഫ്രീസ് ചെയ്ത് വെച്ചിരുന്നു. ഇപ്പോഴും ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്നു. പക്ഷേ ഇതേ സാഹചര്യത്തിൽ റഷ്യ യൂറോപ്യൻസിന്റെ ഉള്ളിൽ നടത്തിയ ആ ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യക്കുള്ളിൽ നടത്തിയിരുന്നുവെങ്കിൽ ഇപ്പോൾ ഒരു രീതിയിലുള്ള ഫണ്ട് ഫ്രീസിങ്ങോ ഒന്നും തന്നെ സംഭവിക്കില്ലായിരുന്നു. ഇത് വളരെ വ്യക്തമായിട്ട് റഷ്യ ഇന്ന് തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്കുള്ളിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തുക എന്നുള്ളത് തന്നെയാണ് അവരുടെ പ്രാഥമിക ലക്ഷ്യം. അതിന് പല മേഖലകളും അവർ തിരഞ്ഞെടുക്കുന്നുണ്ട്. ഇന്ത്യ റഷ്യ ട്രേഡ് ഒരുപാട് മുന്നോട്ട് പോകുന്നെങ്കിലും അതിലൂടെ റഷ്യക്ക് ഉണ്ടാകുന്ന ഗെയിനിൽ നിന്നും നല്ലൊരു ശതമാനം ഇന്ത്യക്കുള്ളിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതായത് 2030 $100 ബില്യൺ വർത്ത് വരുന്ന ട്രേഡ് നമ്മൾ അപ്ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോകും എന്നുള്ളത് തീരുമാനമാക്കിയിട്ടുണ്ട്. പക്ഷേ 2030 മുമ്പ് തന്നെ അത് സാധിക്കുമെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇപ്പം തന്നെ ഏതാണ്ട് 68 ബില്യൺ വർത്തുള്ള വ്യാപാരമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്. ഇത് 100 ബില്യൺ വ്യാപാരത്തിലേക്ക് മാറി തീരാൻ വലിയ കാലതാമസമൊന്നും എടുക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. SU-30 ബ്രഹ്മോസ് ഘടിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതേപോലെ SU-57 തന്നെ ബ്രഹ്മോസ് ആർട്ടിക്കുലേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള മോഡിഫിക്കേഷൻ, ഇതിനെല്ലാം തന്നെ ചർച്ചകൾ വിശദമായിട്ട് നടക്കുകയാണ്. എന്തായാലും ഇതിന്റെ പൂർണ്ണ രൂപം ഇന്ത്യയുടെ ഡിഫൻസ് മിനിസ്ട്രിയുടെ ഭാഗത്ത് നിന്ന് പുറത്തു വരേണ്ടതുണ്ട്. ഇപ്പൊ എല്ലാം തന്നെ പ്രാഥമിക ഘട്ടത്തിലാണ് ഈ വിഷയങ്ങളൊക്കെ ചർച്ചകളൊക്കെ നടന്നു എന്നുള്ള രീതിയിലുള്ള വാർത്തകളൊക്കെ വരുന്നത്. ഇതിന്റെ വിശദ വിവരങ്ങൾ അടങ്ങിയ വീഡിയോ നമ്മൾ പിന്നീട് ചെയ്യാം. ഇപ്പൊ നമ്മൾ നോക്കുന്ന പറഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇന്ന് നല്ലൊരു പുത്തൻ ഉണർവ് ഇന്ന് കിട്ടിയിട്ടുണ്ട്. ഏതാണ്ട് 400 പോയിന്റ് നമുക്ക് സെൻസെക്സിൽ അപ്ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ നിഫ്റ്റിയും മിഡ് ക്യാപ്പും നല്ല രീതിയിലുള്ള പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. 0.50% ഗെയിൻ ചെയ്താണ് മുന്നോട്ട് പോകുന്നത്. അപ്പം നമ്മൾ തുടങ്ങിയ സമയത്ത് -5 തുടങ്ങിയിരുന്നത്. പക്ഷേ അതിപ്പോൾ നല്ല രീതിയിൽ ഇന്ത്യയുടെ സ്റ്റോക്ക് പെർഫോം ചെയ്യുന്നുണ്ട്. ഇതിൽ സ്മോൾ ക്യാപ്പ് മാത്രമാണ് ഇച്ചിരി ബിലോ പെർഫോമൻസിൽ പോകുന്നത്. 0.67% ബിലോയിലാണ് അതിന്റെ പെർഫോമൻസ് സ്മോൾ ക്യാപ്പിൽ. പക്ഷേ അതേസമയം മിഡ് ക്യാപ്പും നിഫ്റ്റിയും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ തന്നെയാണ് നമ്മൾ പറഞ്ഞത്. പിന്നെ ഈ കറൻസിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് വളരെ നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ റിസർവ് ബാങ്ക് എടുത്തിട്ടുണ്ട്. റിസർവ് ബാങ്ക് എടുക്കുന്ന തീരുമാനം എന്താണെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഇൻവെസ്റ്റ്മെന്റുകൾ അഥവാ റഷ്യ ഇന്ത്യയിലേക്കുള്ള ഇൻവെസ്റ്റ്മെന്റുകളെ അത്രമാത്രം ഫോക്കസ്ഡ് ആയിട്ട് അവരും കരുതിയിരുന്നില്ല. പക്ഷേ ഇപ്പം വളരെ നിർബന്ധമായിട്ട് ഇന്ത്യ നിർദ്ദേശങ്ങൾ വെച്ചിരിക്കുകയാണ്. അതായത് വ്യാപാരം നമുക്കൊരു പ്രശ്നമില്ല, പക്ഷേ ഇന്ത്യ വളരുമ്പോൾ തീർച്ചയായിട്ടും റഷ്യയ്ക്കും അതിന്റെ ഗുണമുണ്ടാവും. പക്ഷേ ഇൻവെസ്റ്റ്മെന്റ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലാതെ ഈ ഡെഫിസിറ്റിൽ ഒരു രീതിയിലുള്ള കുറവും നമുക്ക് വരുത്താൻ കഴിയില്ല. ഓയിലാണ് ഇന്ത്യക്കുള്ളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ട് ചെയ്ത് ഉപയോഗിക്കുന്ന ഒരു സാധനം. വളരെ വളരെ എക്സ്പെൻസീവ് ആണ്. അതേസമയം നമ്മൾ ഒരുപാട് പൈസ കറൻസി എക്സ്ചേഞ്ച് ചെയ്ത് നമ്മൾ ട്രാൻസാക്ഷനിൽ ഡേ ടു ഡേ ഏർപ്പെടുന്ന ഒരു രീതിയാണ് ഉള്ളത്. അപ്പോൾ ആ സാഹചര്യത്തിൽ നമ്മൾ റഷ്യ എടുത്ത് കൺസിസ്റ്റന്റ് ആയിട്ട് ഈ ഒരു പർച്ചേസ് നടത്തുമ്പോൾ അങ്ങനെ റഷ്യയും ഇന്ത്യയും തമ്മിൽ ഡെഫിസിറ്റ് ഇങ്ങനെ ഉയർന്നു പോവുകയാണ്. അപ്പോൾ അത് നാളൊരു സമയത്ത് ഇന്ത്യയുടെയും റഷ്യയുടെയും റിലേഷൻഷിപ്പിനെ തന്നെ ബാധിക്കും. പ്രത്യേകിച്ച് ഈ ഡിഫൻസ് പരമായിട്ടോ അല്ലെങ്കിൽ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധമോ അല്ല, ട്രേഡ് റിലേഷൻഷിപ്പിനെ അത് ബാധിക്കും. അപ്പോൾ അത് പിന്നെ ബൈ ഡിഫോൾട്ട് ഓട്ടോമാറ്റിക്കലി റഷ്യയ്ക്കും ഒക്കെ ഇന്ത്യയുടെ സിറ്റുവേഷൻ മനസ്സിലാക്കിക്കൊണ്ട് അവർക്കും ഉണ്ടാതിരിക്കേണ്ടി വരും. ഇന്ത്യക്കും ഈ ഒരു ഡെഫിസിറ്റിനെ കരുതിക്കൊണ്ട് കൂടുതൽ പർച്ചേസ് വീണ്ടും ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് നമ്മളെ നയിക്കും. അല്ലെങ്കിൽ എക്കാലത്തേക്കും ഇതേ ഒരു ഡെഫിസിറ്റിൽ തന്നെ തുടർന്ന് മുന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടാവും. അതേസമയം നമ്മൾ മറ്റൊരു സൈഡും കൂടി ഉണ്ട്. വെസ്റ്റേൺ രാജ്യങ്ങൾ അവരുടെ താല്പര്യങ്ങളും കൂടി നമ്മൾ സംരക്ഷിക്കേണ്ടതുണ്ട്. കാരണം നമ്മളൊരു മൾട്ടിലേറ്ററൽ ഫോറിൻ പോളിസി
രൂപകൽപ്പന ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന രാജ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമ്മൾ എല്ലാ രാജ്യങ്ങളുമായിട്ട് നമ്മൾ അവരവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ ഒതുങ്ങി നിന്ന് കച്ചവടം ചെയ്യുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ വളരെ കെയർഫുൾ ആയിട്ട് റഷ്യക്കാണെങ്കിൽ തന്നെയും ഈ രീതിയിലുള്ള കണ്ടീഷൻസ് ഒക്കെ വെച്ച് ഇൻവെസ്റ്റ്മെന്റ് മസ്റ്റായിട്ട് ഇന്ത്യക്കുള്ളിൽ വരണമെന്ന് ശാഠ്യം പിടിക്കുന്നത്. അങ്ങനത്തെ ഒരു ഇന്ത്യയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ റിസർവ് ബാങ്ക് എടുത്തിരിക്കുന്ന തീരുമാനം എന്ന് പറഞ്ഞാൽ മൽഹോത്ര RBIന്റെ ചീഫാണ്, പുള്ളിക്കാരൻ പറഞ്ഞിരിക്കുന്ന സഞ്ജയ് മൽഹോത്ര ആണ്. പുള്ളി എടുത്തിരിക്കുന്ന തീരുമാനം വളരെ നിർണായകമായിട്ടുള്ള തീരുമാനമാണ്. ഞാനത് പ്രതീക്ഷിച്ചിരുന്നു എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ സംഭവിക്കും എന്നുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ 1 ട്രില്യൺ 1 ലക്ഷം കോടി മാർക്കറ്റിലേക്ക് ലിക്വിഡ് മണി പുഷ് ചെയ്യാൻ വേണ്ടിയിട്ട് RBI ശ്രമിക്കുന്നുണ്ട്. അപ്പം 1 ട്രില്യൺ ഇന്ത്യൻ മാർക്കറ്റിൽ പുഷ് ചെയ്യും. അത് ത്രൂ ബാങ്ക് ലോൺ ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ള മാർഗ്ഗങ്ങളിലൂടെ. തീർച്ചയായിട്ടും ഈ ഒരു എമൗണ്ട് സെൻട്രൽ ഗവൺമെന്റിന്റെ പ്രോജക്റ്റിലൂടെയൊക്കെ 1 ട്രില്യൺ ഇന്ത്യക്കുള്ളിൽ ലിക്വിഡ് മണി പുഷ് ചെയ്യാൻ വേണ്ടിയിട്ട് RBI തീരുമാനമെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ $5 ബില്യൺ ഫോറിൻ കറൻസി സ്വൈപ്പ് ചെയ്യാനും തീരുമാനിച്ചിട്ടുണ്ട്. $5 ബില്യൺ സ്വൈപ്പ് ചെയ്ത് ആ ഒരു ഫണ്ടും കൂടി ഇന്ത്യക്കുള്ളിൽ സെർച്ച് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നിലവിൽ നമുക്ക് ഈ ഒരു കറൻസി വാല്യൂ ഇങ്ങനെ മൂല്യത്തകർച്ച നേരിട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇൻഫ്ലേഷൻ കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായകരമാവും. അതേപോലെ തന്നെ ഈ കറൻസി ഓട്ടോമാറ്റിക്കലി തന്നെ കറക്റ്റ് ആവും എന്നാണ് പറയുന്നത്. അപ്പോൾ അതേസമയം ഈ ഫണ്ട് ഇന്ത്യക്കുള്ളിൽ ഫ്ലോ ആയി വളരെ വൃത്തിയായിട്ട് മുന്നോട്ട് പോകുമ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിലും നല്ല രീതിയിലുള്ള പെർഫോമൻസും നമ്മൾ കാഴ്ചവെക്കുമ്പോൾ ഒരു ആവറേജ് ലെവലിൽ ഫോറിൻ ഫണ്ട് ഇന്ത്യക്കുള്ളിൽ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് വന്നാൽ തന്നെയും, ഫോർ എക്സാമ്പിൾ ഈ റഷ്യ പ്രോമിസ് ചെയ്ത ഈ ഒരു ഇൻവെസ്റ്റ്മെന്റുകൾ വരുന്ന സമയത്ത് ഈ വരുന്ന വർഷം നെക്സ്റ്റ് ഇയർ ഫസ്റ്റ് ക്വാർട്ടറിൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ ഇൻഫ്ലേഷനൊക്കെ കൺട്രോൾ ചെയ്ത് നിർത്താൻ സാധിക്കും. അത് ഇപ്പം തന്നെ നല്ല കൺട്രോൾ ലെവലിൽ തന്നെയാണ് ഇൻഫ്ലേഷൻ മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഇതിനെ തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ടാണ് RBI ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് ഈ രീതിയിലുള്ള ഫണ്ട് ഫ്ലോ നടത്താൻ വേണ്ടിയിട്ട് RBI ശ്രമിക്കുന്നത്. അപ്പോൾ ഇതൊരു സെയിൽ. അപ്പോൾ ആ ടെൻഷൻ ഇപ്പോൾ നമുക്ക് ഒഴിവായിരിക്കും. ഒരു ഫെബ്രുവരി മാർച്ച് ആ ഒരു റേഞ്ച് ആകുമ്പോഴത്തേക്കും നമ്മുടെ കറൻസി ഓട്ടോമാറ്റിക്കലി തന്നെ അത് കറക്റ്റ് ചെയ്ത് അതിന്റെ പൊസിഷനിലേക്ക് എത്തും. കഴിഞ്ഞ വർഷം കൂടി നമുക്കൊരു കറൻസി കറക്ഷൻ നടന്നിട്ടുണ്ടായിരുന്നു. ഫെബ്രുവരിയിൽ 88 ഉണ്ടായിരുന്നത് 84 വരെ പോയിട്ടുണ്ടായിരുന്നു. 85 ആ റേഞ്ചിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിൽ കറൻസി കറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാ വർഷവും റൊട്ടേറ്റ് ചെയ്ത് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കറൻസി നമ്മൾ കൂടുതൽ വറി ചെയ്യേണ്ട ആവശ്യമില്ല. അത് അതിൻ്റെതായിട്ടുള്ള പൊസിഷനിൽ പോയി നിൽക്കും. അത് നിൽക്കുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ കുറച്ച് എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ എഫേർട്ട് ഇട്ട് അതിനെ നമുക്ക് കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ഒരു കൺട്രോൾ മെഷേഴ്സ് ആണ് ഇപ്പോൾ RBI എടുത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും 1-2 മാസത്തിനുള്ളിൽ ഇത് ബാക്ക് ടു ദ ട്രാക്കിലേക്ക് വരും, കറൻസിയുടെ വാല്യൂ. പിന്നെ അടുത്തൊരു വിഷയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതായത് ഇൻഡിഗോ ഫ്ലൈറ്റ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ എയർബസിന്റെ A320 എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ ഒരു കൺസേൺ നമ്മൾ ഒരാഴ്ചയ്ക്ക് മുമ്പ് രേഖപ്പെടുത്തിയതാണ്. പക്ഷേ ഒരാഴ്ചയ്ക്ക് മുമ്പ് പോലും ഇൻഡിഗോ എയർലൈൻസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടില്ലായിരുന്നു. ആ സമയത്താണ് നമ്മൾ ഈ ഒരു വാർത്ത പറഞ്ഞിരുന്നത്. ഇപ്പോൾ ആ ഒരു വാർത്ത ഇപ്പം ഇൻഡിഗോ തന്നെ പറഞ്ഞിരിക്കുന്നത്. ഇൻഡിഗോ സഡൻലി അവരുടെ പല ട്രിപ്പുകളും ഇപ്പോൾ അവർ ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. ഏതാണ്ട് 100-ലധികം ട്രിപ്പുകളാണ് ക്യാൻസൽ ആയിരിക്കുന്നത് മുതൽ, അതായത് വരുന്ന ഡിസംബർ 8-ാം തീയതി മുതൽ ഒരുപാട് ട്രിപ്പുകൾ ക്യാൻസൽ ആവുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ടിക്കറ്റ് ഒക്കെ ആരെങ്കിലും ഏർലി ആയിട്ട് ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ റീകൺസിഡർ ചെയ്ത് ഇൻഡിഗോ എയർലൈൻസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവരുടെ ടിക്കറ്റ് റീകൺഫേം ചെയ്തിട്ട് യാത്ര ചെയ്യാൻ പോകുന്നതായിരിക്കും വളരെ നല്ലത്. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എയർപോർട്ടിൽ നിന്ന് തന്നെ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങേണ്ടി വരും. അതായിരിക്കും സാഹചര്യം. എന്നാൽ ഇപ്പം ഇൻഡിഗോ ഇന്ന് തൊട്ട് തന്നെ ഇപ്പം ഒരുപാട് ട്രിപ്പുകൾ ഇന്ന് ക്യാൻസൽ ആക്കി തുടങ്ങിയിട്ടുണ്ട്. പുടിന്റെ സ്റ്റേറ്റ്മെന്റിൽ ഇന്ത്യയെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു വെച്ചതെന്ന് പറഞ്ഞാൽ പാശ്ചാത്യ രാജ്യങ്ങൾക്കാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. പ്രത്യേകിച്ച് അമേരിക്കൻ പ്രഷറിന് ഒരു രീതിയിലും വഴങ്ങാത്ത ഇന്ത്യ, 77 വർഷങ്ങൾക്ക് മുമ്പ് അപ്രോച്ച് ചെയ്തിരുന്ന അതേ ശൈലിയിൽ ഇന്ത്യയെ നിങ്ങൾ അപ്രോച്ച് ചെയ്യരുത്. ഇന്നത്തെ ഇന്ത്യ വളരെ വ്യത്യസ്തമായ ഒരു ഇന്ത്യയാണ്. അത് ഒരുപാട് മുന്നോട്ട് നീങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് കുറച്ചുകൂടെ കോഷ്യസ് ആയിട്ട്, വളരെ റെസ്പെക്ട്ഫുൾ ആയിട്ട്, ഡിഗ്നിറ്റിയോട് കൂടി ഇന്ത്യ അപ്രോച്ച് ചെയ്യുന്നതായിരിക്കും നല്ലതെന്നാണ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞു വെച്ചിരിക്കുന്നത്. പിന്നെ യൂറോപ്പിന്റെ അസൂയ ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞു വെച്ചതാണ്. യുവമാർ ഇങ്ങനെ സംസാരിക്കും എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ മുൻകൂട്ടി തന്നെ പറഞ്ഞത്. യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം തന്നെ വെറുപ്പ്, ഇന്ത്യക്ക് മേലുള്ള വെറുപ്പാണ് മൊത്തത്തിൽ കാണാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് ഉക്രൈൻ്റെ സെലൻസ്കിയൊക്കെ ഇന്ത്യയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യ വഞ്ചിക്കുന്നു, അതായത് ചീറ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. നമ്മളാണോ ഉക്രൈൻ്റെ യുദ്ധം തുടങ്ങി വെച്ചത്? അല്ലെങ്കിൽ ഇന്ത്യയാണോ ഉക്രൈനെ പോയിട്ട് നിങ്ങൾ നാറ്റോയിൽ ചേർന്നു എന്നൊക്കെ പറഞ്ഞത്? അപ്പം അതായത് അമേരിക്ക പുടിനുമായിട്ട് മീറ്റിംഗ് നടത്തിയാൽ കുഴപ്പമില്ല, അമേരിക്ക പുടിനുമായിട്ട് വ്യാപാരം ചെയ്താലും കുഴപ്പമില്ല, അമേരിക്ക ഉക്രൈൻ്റെ സ്ഥലങ്ങൾ റഷ്യക്ക് എഴുതി കൊടുത്തുകൊണ്ട് റഷ്യയുടെ പക്കൽ നിന്നുകൊണ്ട് റഷ്യയുടെ വക്താവായിട്ട് ഉക്രൈനെ ഡീൽ ചെയ്ത് കഴിഞ്ഞാലും ഉക്രൈന് പ്രശ്നമില്ല. ഇനി യൂറോപ്യൻ രാജ്യങ്ങൾ ആയുധ കച്ചവടം നടത്തിക്കൊണ്ട് നല്ല രീതിയിൽ ഉക്രൈനെ പ്രൊമോട്ട് ചെയ്ത് യുദ്ധം നടത്തുന്നു പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ചിട്ട് അവർ ആയുധ കച്ചവടം നടത്തുകയും 2027-28 വരെയൊക്കെ ഞങ്ങൾ റഷ്യയുടെ കയ്യിൽ നിന്ന് ഓയിൽ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങുമെന്ന് പറഞ്ഞിട്ട് നേട്ടം കൊയ്തുകൊണ്ടിരിക്കുന്ന, ഇപ്പോഴും റഷ്യയുമായിട്ട് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്ന യൂറോപ്യൻസുമായിട്ട് ഉക്രൈന് പ്രശ്നമില്ല. ഇനി റഷ്യക്ക് ഏറ്റവും കൂടുതൽ ആയുധം ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് പ്രോഡക്റ്റുകളായിക്കോട്ടെ ഇതെല്ലാം തന്നെ കൊടുക്കുന്ന ചൈന, ഇനി അതിലുപരിയായിട്ട് നല്ല രീതിയിൽ എണ്ണക്കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്ന ചൈന, ഈ രീതിയിൽ ചൈന റഷ്യയെ സഹായിക്കും. പുടിൻ ചൈന വിസിറ്റ് ചെയ്യുകയും അവിടെ ഷാങ്ഹായ് കോർപ്പറേഷനിലൊക്കെ സംസാരിച്ചിട്ട് കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് പോകുന്നതിനും ഉക്രൈന് ഒരു കുഴപ്പമില്ല, ഉക്രൈനും കുഴപ്പമില്ല, യൂറോപ്യൻസിനും കുഴപ്പമില്ല. പക്ഷേ പുടിൻ ഇന്ത്യക്ക് വരുമ്പോൾ മാത്രമേ ഉള്ളൂ പ്രശ്നം. അതെന്ത് തരത്തിലുള്ള പ്രശ്നമാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല ഇതുവരെ. പക്ഷേ എന്തായാലും അവർ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ ഒരു കൊലപാതകി, അതായത് ഈ രീതിയിലുള്ള ഒരു വാർ ക്രിമിനൽ എന്നൊക്കെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനത്തെ ഒരു പേഴ്സൺ
ശരിക്കും ഇന്ത്യയിൽ വിസിറ്റ് ചെയ്യുകയും അതിന് ഇന്ത്യ റെഡ് കാർപ്പറ്റ് സ്വീകരണം കൊടുത്തതാണ് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് ഇന്ന് വെസ്റ്റേൺ മീഡിയകളെല്ലാം തന്നെ അവരുടെ നെറേറ്റീവ് തന്നെ അതാണ്. അതിനിപ്പോൾ ഞാൻ ഇന്ന പത്രം എന്നൊന്നും പേരൊന്നും എടുത്ത് പറയുന്നില്ല. ബ്ലൂംബർഗ് ഉൾപ്പെടെയുള്ള പല മാധ്യമങ്ങളും ഇന്ന് വെസ്റ്റേൺ മാധ്യമങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് തന്നെയാണ് അവരുടെ മെയിൻ അജണ്ട. അതായത് അവർക്ക് ഉള്ളിൽ പുകച്ചൽ ഇങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ പുകച്ചലാണ് വെളിയിൽ കാണാൻ കഴിയുന്നത്. പിന്നെ യൂറോപ്പിനെ സംബന്ധിച്ചിടത്തോളം പരിതാപകരമായിട്ടുള്ള അവസ്ഥയാണ്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, അമേരിക്ക നല്ല പണിയാണ് ഇവർക്ക് കൊടുത്തത്. ഇവർ കംപ്ലീറ്റ്ലി ഇപ്പോൾ ഐസൊലേറ്റഡ് ആണ്, ഒറ്റപ്പെട്ട് നിൽക്കുന്ന സാഹചര്യമാണ്. ഇപ്പം കഴിഞ്ഞ ആഴ്ച സ്റ്റീവ് വിറ്റ്കോഫിൻ്റെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് റഷ്യയുമായിട്ട് നടത്തിയ ചർച്ചയിൽ ഒരു കോൺവെർസേഷൻ എടുത്ത് യൂറോപ്പ് ലീക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ലീക്ക് ചെയ്തിട്ട് അമേരിക്ക വൺ സൈഡ് നിൽക്കുന്നു, അതായത് അമേരിക്ക റഷ്യയുടെ സൈഡ് ചേർന്ന് നിന്നുകൊണ്ട് ഉക്രൈനെ ബീട്രേ ചെയ്യുന്നു എന്നുള്ള രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റുകളൊക്കെയാണ്, നെറേറ്റീവ്സാണ് ഇവർ സൃഷ്ടിക്കാൻ ശ്രമിച്ചത്. പക്ഷേ ആ സാഹചര്യത്തിൽ ഇപ്പം അമേരിക്ക എന്ത് ചെയ്തിരിക്കുന്നു പറഞ്ഞാൽ ഇവർ കൂട്ടം കൂടി സംസാരിച്ച, അതായത് ഒരു 4-5 ലീഡേഴ്സ്, യൂറോപ്യൻ യൂണിയനിൽപ്പെട്ട ഒരു 5-6 ലീഡേഴ്സ്, അതേപോലെ തന്നെ ഉക്രൈനിലെ സെലൻസ്കിയുമായിട്ട് കൂടിയിരുന്ന് സംസാരിച്ച ആ ഒരു വീഡിയോ ടേപ്പ് ഇപ്പം അമേരിക്ക റിലീസ് ചെയ്തിട്ടുണ്ട്. അത് മാറി ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിലുള്ള അടി നടക്കുകയാണ്. അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നല്ല കോമഡിയാണ്, കണ്ടിരിക്കാൻ നല്ല രസമുണ്ട്. അപ്പോൾ ഇതിനകത്ത് ആരൊക്കെയാണ് ഇപ്പോൾ ഈ ഒരു ഡയലോഗിൽ ഉൾപ്പെട്ടിരിക്കുന്നത് പറഞ്ഞാൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ, UK പ്രൈം മിനിസ്റ്റർ കീർ സ്റ്റാർമർ, അതേപോലെ ഫിൻലാൻഡിൻ്റെ സ്റ്റബ്, അതുപോലെ തന്നെ ജർമ്മനിയുടെ മെർസ് ഫ്രെഡറിക്, സെലൻസ്കി, ഇവരൊക്കെ തന്നെയാണ് ഈ ഒരു മീറ്റിങ്ങിലുള്ളത്. അപ്പോൾ ഇതിനകത്ത് സെലൻസ്കിയെ ഭയങ്കരമായിട്ട് ബൂസ്റ്റപ്പ് ചെയ്യാണ്. നീ ഒരിക്കലും ഗിവ് അപ്പ് ചെയ്യരുത്, ഉക്രൈൻ വിട്ട് പോകരുത്, യുദ്ധം നിർത്തരുത് എന്നുള്ള ഉപദേശങ്ങളാണ് ഇപ്പോൾ ഇവർ കൊടുത്തത്. തുടക്കത്തിൽ മെർസ് ഫ്രെഡറിക് ജർമ്മനിയുടെ അയാൾ പറയാണ് സെലൻസ്കി ബി കെയർഫുൾ, അമേരിക്ക ഗെയിം പ്ലേ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അമേരിക്ക ഭയങ്കര ഗെയിം പ്ലേ ആണ്, അതുകൊണ്ട് നീ വളരെ കെയർഫുൾ ആയിട്ടിരിക്കണം എന്നുള്ള ഉപദേശമാണ് മെർസ് ഫ്രെഡറിക് തുടങ്ങിയത്. ഉടനെ തന്നെ മാക്രോൺ പറയുന്നത് അവർ ഒരിക്കലും നിന്റെ സ്ഥലം നിനക്ക് എടുത്തു തരാൻ പോകുന്നില്ല, ആ സ്ഥലം കൃത്യമായിട്ട് റഷ്യക്ക് അവർ കൈമാറും, അവർ തീർച്ചയായിട്ടും പിന്നിൽ നിന്ന് കുത്തുന്ന ആൾക്കാരാണെന്നുള്ളത് മാക്രോൺ ഉറപ്പിച്ചങ്ങ് പറയുകയാണ് സെലൻസ്കി എടുത്ത്. അല്ലെ, യുദ്ധം നിർത്താൻ വേണ്ടിയിട്ടല്ല ഇവർ സംസാരിക്കുന്നത്, യുദ്ധം എങ്ങനെ ആളിക്കത്തിക്കാൻ കഴിയും എന്നുള്ള രീതിയിലുള്ള ഡയലോഗുകളാണ് ഇവരുടെ വായിൽ നിന്ന് പോകുന്നത്. അപ്പം ഫിൻലാൻഡിന്റെ സ്റ്റബ് പറയാണ് ഡോണ്ട് ലീവ് ഉക്രൈൻ, അതായത് എന്ത് സംഭവിച്ചാലും നീ ഉക്രൈൻ വിട്ട് പോകരുത്, പല തരത്തിലുള്ള പ്രഷർ നിന്റെ മേളിൽ വരും, പക്ഷേ നീ ഇവിടെ ഉറച്ചു തന്നെ നിൽക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് യുദ്ധം നിർത്താൻ പാടില്ല, നീ ഇങ്ങനെ കട്ടക്ക് നിൽക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നാറ്റോയുടെ ചീഫായിട്ടുള്ള മാർക്ക് റൂട്ടെ അതിനകത്തുണ്ടായിരുന്നു. അപ്പം മാർക്ക് റൂട്ട് പറഞ്ഞിരിക്കുന്നത് നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട, എന്ത് സംഭവിച്ചാലും ഞാൻ നിന്നോടൊപ്പം ഉറപ്പായിട്ട് നിൽക്കും, നിന്നെ രക്ഷിക്കുക എന്നുള്ളത് ഞങ്ങളുടെ പ്രയോറിറ്റി ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് മാർക്ക് റൂട്ട്. ഈ ഒരു ടേപ്പ് റിലീസ് ചെയ്തിട്ട് ഇതിന്റെ പുറകെ ട്രംപ് പറഞ്ഞിരിക്കുകയാണ്. ഇതിനെ വിമർശിച്ചുകൊണ്ട് ട്രംപ് പറഞ്ഞിരിക്കുന്നത്, അതായത് അമേരിക്കയുടെ വോയിസ് എടുത്ത് ലീക്ക് ചെയ്തുകൊണ്ട് പല രീതിയിലുള്ള നാടകങ്ങളും നെറേറ്റീവ് സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് യൂറോപ്പ് ശ്രമിക്കുമ്പോൾ അവരെന്താണ് ചെയ്യുന്നത് പറഞ്ഞാൽ, യൂറോപ്യൻ ലീഡേഴ്സ് ശരിക്കും പറഞ്ഞാൽ അമേരിക്കയോടൊപ്പം നിൽക്കാത്ത ആൾക്കാരാണ്. അവർക്ക് യുദ്ധം നിൽക്കണം എന്നുള്ള രീതിയിൽ ഒരു താല്പര്യമില്ല, ഒരു 0.5% പോലും താല്പര്യമില്ലാത്ത ആൾക്കാരാണ്. ദേ ആർ നോട്ട് കോപ്പറേറ്റിംഗ് വിത്ത് ദ നെഗോസിയേഷൻ പീസ് ടോക്ക് എന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. അതായത് അമേരിക്കയുടെ നിലപാട് വളരെ വ്യക്തമാണ്, ടെറിട്ടറി കൈമാറിക്കൊണ്ട് യുദ്ധം അവസാനിപ്പിക്കുന്നെങ്കിൽ അവസാനിപ്പിക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ അടി കൊണ്ട് ചാവും, ഇതാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അമേരിക്ക നിനക്ക് ആയുധം തരാം, പ്രൊട്ടക്ഷൻ തരാം, റഷ്യക്കെതിരെ നിന്നെ സ്ട്രെങ്തൻ ചെയ്തുള്ള പൊസിഷനിൽ എത്തിക്കാം, ഈ പരിപാടി ഒന്നും ഇല്ല എന്നാണ് ഇപ്പോൾ അമേരിക്ക പറഞ്ഞിരിക്കുന്നത്. അതിലുപരിയായിട്ട് ഒരു കാര്യം കൂടി നമുക്ക് ഇതിനകത്ത് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഇനി സെലൻസ്കി ഇപ്പോൾ അഥവാ ഈ ഒരു സമാധാന കരാറുമായിട്ട് ബന്ധപ്പെട്ട് ഒപ്പിട്ട് കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇനിയും ശാഠ്യം പിടിച്ച് ഞാൻ യൂറോപ്പിനോടും നാറ്റോയോടും കൂടി ഇങ്ങനെ തന്നെ നിൽക്കും, സ്റ്റബണായിട്ട് യുദ്ധം ചെയ്യും എന്നുള്ള നിലപാടാണെന്നുണ്ടെങ്കിൽ സെലൻസ്കിക്കെതിരെ അമേരിക്ക കറപ്ഷൻ കേസ് കുത്തിപ്പൊക്കി കൊണ്ടുവരും. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അത് നമ്മുടെ ED ഒക്കെ വരുമല്ലോ, അതേപോലെ ED അവിടെയും വരും. അതാണ് സംഭവം. അമേരിക്ക ഇന്നലെയും ഒരു വെനിസ്വലയുടെ ബോട്ട് ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ബോട്ട് അടിച്ച് തകർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എത്ര പേര് അതിനകത്ത് കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തയൊക്കെ ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ. മദുറോയ്ക്ക് ഓഫർ കൊടുത്തായിട്ടൊക്കെ പറയുന്നുണ്ട്, ഖത്തറിലേക്കോ എവിടെയെങ്കിലൊക്കെ നീ പൊളിറ്റിക്കൽ അസൈലം തേടി പോകുന്നതായിരിക്കും നല്ലതെന്നാണ് പറയുന്നത്. ഈ നിക്കോളസ് മദുറാവോ, വെനിസ്വലയുടെ പ്രസിഡന്റ്, ഓരോ ദിവസം ഓരോ സ്ഥലങ്ങളിലാണ് താമസിക്കുന്നത്. എവിടെയാണെന്നുള്ള ലൊക്കേഷൻ തന്നെ അമേരിക്കയ്ക്ക് കണ്ടെത്താൻ പറ്റുന്നില്ല എന്നുള്ള സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഒരു സൈഡിൽ മദുറോ പറയുന്നത് അമേരിക്കയുമായിട്ട് ഞാൻ ചർച്ച നടത്തി, കാര്യങ്ങളൊക്കെ ഓക്കെയാണ്, നമുക്ക് ബാക്കിയുള്ള ഡീലിങ്സും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അമേരിക്ക പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ആരുമായിട്ട് സംസാരിച്ചിട്ടില്ല, മദുറോ എത്രയും വേഗം വെനിസ്വല വിട്ട് ഒഴിഞ്ഞു പോകണം, ഇല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങളെ കൈ കിട്ടി കഴിഞ്ഞാൽ തീർക്കുമെന്നാണ് അമേരിക്ക പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഗ്രൗണ്ട് ഫോഴ്സിനെ ഇറക്കി വെനിസ്വലയെ ക്യാപ്ചർ ചെയ്യേണ്ട സാഹചര്യത്തിലേക്ക് വഴി ഒരുക്കരുത് എന്നുള്ള ഭീഷണിയാണ് അമേരിക്ക കൊടുത്തിരിക്കുന്നത്. സമാധാനത്തിന് നൊബൽ പ്രൈസ് വാങ്ങിച്ചിട്ടിരിക്കുന്ന മച്ചിഡാവോ, പുള്ളിക്കാരി പുതിയ കുപ്പായൊക്കെ തച്ചിട്ട് റെഡി ആയിരിക്കുകയാണ്, എപ്പോൾ നമുക്ക് ഇരിക്കാൻ കസേര കിട്ടുമെന്നുള്ള രീതിയിൽ ഇങ്ങനെ മോഹിച്ച് ഇരിപ്പാണ്. അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഗാസയിൽ ഇന്നലെ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞ അബു ഷബാബ് എന്ന് പറഞ്ഞ ആ ഷബാബ് ഗ്രൂപ്പിന്റെ നേതാവില്ലേ, അയാളുടെ ശരീരത്തിൽ ഒരു ബുള്ളറ്റ് പോലും ഇല്ല എന്നാണ് പറയുന്നത്. അതായത് ഇയാളെ പിടിച്ചുകൊണ്ട് പോയി ശരിക്കും ഹമാസ് അടിച്ച് തന്നെ കൊലപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഹമാസ് ഈ അബു ഷബാബിനെ പിടിച്ചുകൊണ്ട് പോയി ഉപദ്രവിച്ച് കൊലപ്പെടുത്തിയതായിട്ടുള്ള വാർത്തയാണ് വരുന്നത്. അല്ലാതെ വെടിവെച്ചോ അല്ലെങ്കിൽ മറ്റു മാർഗങ്ങളിലൂടെ അല്ല കൊലപ്പെടുത്തിയത്, ശരിക്കും അടിച്ച് ഉപദ്രവിച്ച് കൊലപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ള വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. നമ്മൾ ബാക്ക് ടു റഷ്യ ഇന്ത്യ വിഷയമായിട്ട് വന്നു കഴിഞ്ഞാൽ 4 മണിക്കൂർ, ഏതാണ്ട് 4 മണിക്കൂറിലധികം
പ്രൈം മിനിസ്റ്റർ മോദിയും പുടിനും തമ്മിലുള്ള ചർച്ച നീണ്ടു പോയി എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അത് കഴിഞ്ഞിട്ട് പുടിൻ രാഷ്ട്രപതി ഭവനിലേക്ക് എത്തി. അവിടെ റെഡ് കാർപ്പറ്റ് സ്വീകരണം, അവിടെ റെസ്പെക്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. സ്ഥിരമായിട്ട് നമ്മളുടെ രാജ്യത്ത് വിസിറ്റ് ചെയ്യുന്ന ഇന്ത്യക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കരുതപ്പെടുന്ന പലർക്കും കൊടുത്തിട്ടുള്ള ഒരു റെഡ് കാർപ്പറ്റ് റെസ്പെക്ട് ആണ് അത് നമ്മൾ തീർച്ചയായിട്ടും അത് പുടിനും കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ തന്നെയാണ് യൂറോപ്പിനെയൊക്കെ വളരെയധികം ഭയങ്കരമായിട്ട് ചൊടിപ്പിച്ചത്. അപ്പോൾ മിനിഞ്ഞാന്ന് സെലൻസ്കി ഫ്രാൻസിലെത്തിയിട്ടുണ്ടായിരുന്നു. സെലൻസ്കി ഫ്രാൻസിലെത്തിയിട്ട് ഇമ്മാനുവൽ മാക്രോനെ കണ്ട് സംസാരിച്ചിട്ട് സെലൻസ്കി അയർലാൻഡിലേക്ക് പോയി. ഇമ്മാനുവൽ മാക്രോൺ ചൈനയിലേക്ക് പോയി. അവിടെ നിന്നാണ് രണ്ടുപേരും പിരിഞ്ഞത്. അപ്പോൾ അങ്ങനെ അയർലാൻഡിലേക്ക് പോയ സെലൻസ്കി പോയി ലാൻഡ് ചെയ്ത് 11 മണിക്കാണ് ഇന്നലെ രാത്രി സെലൻസ്കിയുടെ ഫ്ലൈറ്റ് അവിടെ ലാൻഡ് ആകുന്നത്. ആ ലാൻഡ് ആകുന്ന സമയത്ത് 11:05 ഒരു 3 ഡ്രോൺ ഈ ഫ്ലൈറ്റിനെ ചുറ്റി ഈ ഒരു എയർക്രാഫ്റ്റ് പറന്ന് വന്ന് ലാൻഡ് ചെയ്ത അതേ ഒരു ഡയറക്ഷനിൽ 4 ഡ്രോണുകൾ കണ്ടെത്തിയതായിട്ടുള്ള വാർത്ത അയർലാൻഡാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അയർലാൻഡ് റിപ്പോർട്ട് ചെയ്ത് മാത്രമല്ല, ഈ ഡ്രോൺ എവിടെ നിന്ന് വന്നു, ഏതാണ് ഇതിന്റെ ഹിസ്റ്ററി, ഇത് എവിടെ നിന്ന് ലാൻഡ് ചെയ്ത്, ഇത് എവിടെ നിന്ന് ടേക്ക് ഓഫ് ചെയ്തു എന്നുള്ള വിവരങ്ങളൊന്നും തന്നെ ഇല്ല. പക്ഷേ ഇപ്പോൾ അവർ ബ്ലൈൻഡ് ആയിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇത് റഷ്യയുടെ പണിയാണെന്നുള്ളത് അവർ ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങളെല്ലാം പൂർത്തീകരിച്ചുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത്. രാത്രി 11 മണിക്ക് നടന്ന ഇൻസിഡന്റ് നേരം വിളിക്കുമ്പോൾ അവർ കംപ്ലീറ്റ് ആരോപണങ്ങളും റഷ്യക്കെതിരെ തിരിച്ചുവിട്ടിരിക്കുകയാണ് അയർലാൻഡ്. പുടിനാണ് ഇപ്പോൾ ഡ്രോൺ അയച്ചെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു 5 മിനിറ്റ് ഉക്രൈനിയൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുടെ ഫ്ലൈറ്റ് ഡിലേ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്ന് ഒരുപക്ഷെ സെലൻസ്കിയെ നമ്മൾ ജീവനോടെ കാണാൻ കഴിയില്ലായിരുന്നു എന്നുള്ള സ്റ്റേറ്റ്മെന്റ്, അങ്ങനെ മാരകമായ സ്റ്റേറ്റ്മെന്റാണ് അവർ പുറത്തിറക്കിയിരിക്കുന്നത് അയർലാൻഡ്. അപ്പോൾ അതായത് ഉക്രൈന്റെ സെലൻസ്കിയുടെ ജീവനെ ലക്ഷ്യമാക്കി വന്നതാണ് ഈ ഡ്രോൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവരുടെ രാജ്യത്ത് ഒരു പ്രസിഡന്റിന്റെ എയർക്രാഫ്റ്റ് നിന്ന് ലാൻഡ് ചെയ്യുമ്പോൾ എന്തൊക്കെ പ്രോട്ടോക്കോൾ അവർ പാലിക്കണം, ഈ ഡ്രോൺ വന്നു കഴിഞ്ഞാൽ അതിനെ വെടിവെച്ച് വീഴ്ത്താത്തത് എന്താണ്, അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ത്രെട്ട് വന്നു കഴിഞ്ഞാലും ഇവർ ഇതേപോലെ വളരെ സാമട്ടിലായിരിക്കും പ്രവർത്തിക്കുക എന്നുള്ളതിന്റെ തെളിവാണ് മൊത്തത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. പക്ഷേ അവരുടെ സെക്യൂരിറ്റി ലാബ്സോ അല്ലെങ്കിൽ ഈ ഡ്രോൺ അവർ തന്നെയാണോ പറപ്പിച്ചത്, അവരുടെ രാജ്യത്തിനുള്ളിൽ തന്നെയാണോ ഈ പ്രവൃത്തി നടന്നത്, ഇതിനെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ നടക്കേണ്ടതുണ്ട്. അതൊന്നും ഇവർ പറയുന്നില്ല. ജസ്റ്റ് ഇനിയിപ്പോൾ ഡ്രോൺ വന്നോ എന്ന് പോലും നമുക്കറിയില്ല. ഇതുപോലെ തെലുങ്ക് സിനിമയോ മറ്റേ ഹോളിവുഡ് സിനിമകളോ കാണുന്ന മാതിരിയുള്ള ഒരു റിപ്പോർട്ടാണ് ഇവർ പുറത്ത് വിട്ടിരിക്കുന്നത്. സിനിമ കണ്ടുകണ്ട് ഈ ഒരു സിനിമ സ്റ്റൈലിലാണ് ഇവർ ഇത് നറേറ്റ് ചെയ്തിരിക്കുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു പ്രസിഡന്റിന്റെ ഫ്ലൈറ്റിനെ ചുറ്റിപ്പറ്റി ഡ്രോൺ പറക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് തരത്തിലുള്ള സെക്യൂരിറ്റി മെഷേഴ്സാണ് ആ രാജ്യത്തിലുള്ളത്? നീ എന്ത് ചെയ്യണം? അത് അടിച്ചിടണം. അടിച്ചിട്ടിട്ട് കണ്ടോ, ഇത് ഷാഹിദ് ഡ്രോണാണ്, ഇത് ഇറാൻ മേഡാണ്, അല്ലെങ്കിൽ ഇത് ചൈനീസ് മേഡാണ്, ഇത് റഷ്യൻ മേഡാണെന്നുള്ളത് ചൂണ്ടിക്കാണിക്കണം. അതാണ് ചെയ്യേണ്ടത്. അത് ചെയ്തിട്ടില്ല. അത് ചെയ്യാതെയാണ് ജസ്റ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രം ഇങ്ങനെ പുറത്തിറക്കിയിരിക്കുന്നത്. ഇനി നമ്മൾ ഹമാസിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ നോക്കുന്നത്. അത് ശരിക്കും ഹമാസ് പറഞ്ഞിരിക്കുന്നത് ഇസ്രായേലിനെതിരെ ഒരു ഭീഷണിയാണ് അവർ മുഴക്കിയിരിക്കുന്നത്. അവർ പറഞ്ഞിരിക്കുന്നത് ഇസ്രായേൽ ചർച്ചയ്ക്ക് തയ്യാറാവുക, ഇനിയും നിങ്ങൾ ഹമാസിനെ ഇല്ലാതാക്കി കളയാം, ആയുധം താഴെ വെക്കണം എന്നുള്ള ഡയലോഗ്, ഇമാതിരിയുള്ള സ്റ്റേറ്റ്മെന്റുകളൊന്നും തന്നെ വേണ്ട. നിങ്ങൾ കണ്ടല്ലോ, ഹമാസിനെതിരെയുള്ള ഒരേ ഒരു സംഘടന ഗാസയിൽ പൊട്ടിമുളച്ചത് അബു ഷബാബിന്റെ സംഘടന. ആ സംഘടനയെ തന്നെ ഞങ്ങൾ ഇല്ലായ്മ ചെയ്തിരിക്കുകയാണ്, ഉന്മൂലനം ചെയ്തിരിക്കുകയാണ്. അതിന്റെ തലവനെ തന്നെ ഞങ്ങൾ തട്ടിക്കളഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി ഞങ്ങളോട് കളിക്കാൻ നിൽക്കേണ്ട. അതുകൊണ്ട് ഇസ്രായേൽ ഒരു കാര്യം ചെയ്യണം, ചർച്ചയ്ക്ക് തയ്യാറാവണം, നമ്മൾ കാര്യങ്ങളൊക്കെ ടേബിളിൽ ഇരുന്ന് സംസാരിച്ച് തീർക്കാമെന്നുള്ള ഒരു വാണിംഗ്, ഒരു താക്കീതാണ് ഇസ്രായേലിനെതിരെ പുറപ്പെടുവിച്ചിരിക്കുന്നത് ഹമാസ്. ഇനി കാര്യങ്ങൾ കണ്ടറിയണം. ഇനി ഇസ്രായേൽ ഇനി എന്ത് ചെയ്യാൻ പോകുന്നുള്ളത്, ഇസ്രായേലിന്റെ ഭാഷ എങ്ങനെയല്ലല്ലോ. ഇസ്രായേലിന്റെ ഭാഷ തീർച്ചയായിട്ടും F-35 മുകളിലൂടെ പറക്കും. പിന്നീട് താഴെ ബിൽഡിങ്ങുകളൊക്കെ നിലം പതിപ്പിക്കുന്ന ഒരു ശൈലിയാണ് ശരിക്കും ഇസ്രായേലിൻ്റെത്. അപ്പോൾ ഇനി അവർ ഏത് രീതിയിൽ പ്രതികരിക്കും എന്നുള്ളത് ഇനി നമുക്ക് നാളെ നേരം വെളുത്താൽ അറിയാൻ പറ്റും. അപ്പോൾ എന്തായാലും കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ ഇവിടെ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.